100K ദിർഹംസ് അഥവാ നാട്ടിൽ ഏകദേശം 25 ലക്ഷം രൂപയാണ് ദുബായിൽ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറിന് ഇപ്പം അടുത്ത് ഫൈൻ കിട്ടിയത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത അഥവാ ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അയാളുടെ കംപ്ലീഷൻ ഡേറ്റ് അഥവാ കൺസ്ട്രക്ഷൻ കഴിയാൻ ഹാൻഡ് ഓവർ കുറച്ചൊന്ന് ഡിലേ ആയപ്പം അയാൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിന്റെ പരാതിയായിട്ട് പോയി. അങ്ങനെ അയാൾക്ക് ഏകദേശം ഫുൾ എമൗണ്ട് അടക്കം എക്സ്ട്രാ 100K ദിർഹംസ് അഥവാ നാട്ടിലെ പറയുകയാണെങ്കിൽ 25 ലക്ഷം രൂപ അയാൾക്ക് ലാഭമായിട്ട് അല്ലെങ്കിൽ ഫൈനായിട്ട് ആ ഡെവലപ്പർ ഇയാൾക്ക് കൊടുക്കേണ്ടി വന്നു. സോ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ദുബായിൽ എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിന് ഓഫ് പ്ലാൻ ആവട്ടെ അല്ലെങ്കിൽ റെഡി ആവട്ടെ എന്താണെങ്കിലും എല്ലാം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഓൾ ഓവർ ദ വേൾഡിലുള്ള ആൾക്കാരാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതും ദുബായ് ഗവൺമെന്റിനെ വിശ്വസിച്ചുകൊണ്ട്. സോ ഇതിപ്പോ നമുക്ക് ദുബായ് അല്ലാത്ത വേറെ ഏതെങ്കിലും സിറ്റി ആണെങ്കിലും ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ വേറെ ഏത് സിറ്റി ആണെങ്കിലും നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒരു 2-3 കൊല്ലം നമ്മൾ കേസായിട്ട് നടക്കേണ്ടി വരും. പക്ഷെ ദുബായ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ എത്തിക്കൽ വേയിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമുക്കൊരാള് ടെനന്റ് നമുക്ക് റെന്റ് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇതിന് പോയി പരാതി പറയാൻ പറ്റും. സോ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, നമ്മൾ സംസാരിക്കാം.